ക്കും അപ്പോൾ നമ്മൾ ഇന്നലെ നിർത്തിവെച്ച ബാക്കിയെടുക്കുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത് 11-12 വയസ്സാകും വരെ ഉണ്ടാകുന്ന പല്ലുകളാണ്. അതിന് മുസ്തക്കിൽ എന്ന് പറയുന്നു, അതായത് പക്കേ ദാന്ത് എന്ന് പറയുന്നു. ഇനി അടുത്തത് ആം തോർ പർ സാധാരണയായിട്ട് മുസ്തക്കിൽ ദാന്തോക്കി താദാദ്, അതായത് ഈ സ്ഥിരപ്പെട്ട് കിടക്കുന്ന ആ പല്ലുകളുടെ എണ്ണം 28 ഹോത്തി ഹെ. 28 എന്ന് പറഞ്ഞാൽ 28 ആകുന്നു. ജബ് ഇൻസാൻ ബഡാ ഹോ ജാത്താ ഹെ, ഈ മനുഷ്യന്മാർ വലുതാകപ്പെടുമ്പോൾ അതായത് വലുതാകുമ്പോൾ, ഓർ ഉസ്കി ഉമർ 20 സാൽ സെ, മനുഷ്യന്മാരുടെ വയസ്സ് 20 വർഷം തൊട്ട് 25 സാൽ കി ഹോ ജാത്തി ഹെ, തോ 25 വയസ്സാകുമ്പോൾ അതായത് ആകപ്പെടുമ്പോൾ 4 ഓർ ദാന്ത് നിക്കൽ ആത്തെ ഹെ, 4 ഓർ ദാന്ത് നിക്കൽ ആത്തെ ഹെ, 4 കൂടുതലോ. ഈ ഓർ എന്ന് പറഞ്ഞാൽ ആൻഡ്, ഇംഗ്ലീഷിലെ ആൻഡ് എന്നില്ലേ, ആ അർത്ഥവുമുണ്ട്. പിന്നെ മോർ എന്നുള്ള അർത്ഥവും എന്തുണ്ട്, ഉറുദുവിൽ പറയും. ഓർ ഇർഷാദാത്ത് കേലിയെ, നമ്മൾ പറയില്ലേ ഫോർ മോർ ഡീറ്റെയിൽസ്, അതിനിങ്ങനെ മോർ എന്നുള്ളതിനാണ് ഓർ എന്ന് പറയാം. ഇവിടെ ഉദ്ദേശിച്ചത് 4 ഓർ 4 അതിൽ കൂടുതലോ ദാന്ത് പല്ലുകൾ നിക്കൽ ആത്തെ ഹെ പുറപ്പെടുന്നു. ഇങ്ങനെ ഈ പല്ലുകൾക്ക് അക്കിൽ കെ ദാന്ത് കഹേ ജാത്തെ ഹെ, അക്കിൽ കെ ദാന്ത് എന്ന് പറയപ്പെടുന്നു. ഇപ്രകാരം പോലെ തന്നെ ഏക് ഇൻസാൻ കെ മൂമെ, ഒരു മനുഷ്യൻ്റെ വായയിൽ കുൽ മൊത്തം 32 ദാന്ത് ഹോത്തെ ഹെ, 32 പല്ല് ഉണ്ടാകുന്നു. നമ്മൾ പറയല്ലോ 32 പല്ല് ഞാൻ എന്താക്കും കൊയ്ക്കുന്നൊക്കെ പറയില്ലേ, അതേപോലെ ജോ ഗിദ യാ ഖുറാക്ക് ഹം കാത്തെ ഹൈ, ഏതൊരു ഭക്ഷണമാണോ, രണ്ടിൻ്റെ അർത്ഥവും ഭക്ഷണം തന്നെ കേട്ടോ, ഏതൊരു ഭക്ഷണമാണോ നമ്മൾ കഴിക്കുന്നത് വോ അവകൾ ദാന്തോ കി ഹി മദദ് സെ, പല്ലിൻ്റെയും സഹായത്തോട് തന്നെയാണ് കാത്തെ ഹേ തിന്നുന്നത്. ഹി എന്ന് പറഞ്ഞാൽ തന്നെ എന്നില്ല അർത്ഥം. അപ്പോൾ അതിൻ്റെ അർത്ഥം ശരിക്കും പോലെ കിട്ടും ദാന്തോ കി ഹി, പല്ലിൻ്റെ തന്നെ മദദ് സെ സഹായം കൊണ്ട് കാത്തെ ഹേ ഭക്ഷിക്കുന്നു. ശരിയല്ലേ, തിന്നുന്നത് അങ്ങനെ തന്നെ അല്ലേ. ദാന്ത് പല്ല് ഖിദാക്കോ ഭക്ഷണത്തെ ബാരേക്ക് കർത്തേ ഹെ, വളരെ നേരിയതാക്കുന്നു, അതിങ്ങനെ ചവച്ച് നേരിയതാക്കുന്നു. മാത്രമല്ല ഓർ ജൽദ് ഹസം ഹോനേക്കെ കാബിൽ ബനാത്തെ, ജൽദ് പറഞ്ഞാൽ പെട്ടെന്നുള്ള, ജൽദി പറഞ്ഞാൽ പെട്ടെന്ന്, പെട്ടെന്നുള്ള ഹസം ഹോനേക്കെ ദഹിക്കുന്നതിന് കാബിൽ ബനാത്തെ ഹെ യോഗ്യമാക്കുന്നു. യോഗ്യമാക്കാറിഞ്ഞാൽ പെട്ടെന്ന് ഇതിങ്ങനെ ചവച്ചരച്ചാൽ നമുക്ക് പെട്ടെന്ന് എന്താകുക ദഹിക്കാനുള്ളൊരു രീതിയിലേക്കാക്കി മാറ്റുന്നു. ലേക്കിൻ പക്ഷേ ഇതാക്കെ കുച്ച് ദറാത്ത്, പക്ഷേ ഭക്ഷണത്തിൻ്റെ ചില അവശിഷ്ടങ്ങൾ മസോട്ടോ ഓർ ദാന്തോക്കെ ദർമിയ, മസോട്ട് എന്ന് പറഞ്ഞാൽ ഊനിൻ്റെയും ഓർ ദാന്തോക്കെ ദർമിയ പല്ലുകളുടെയും ഇടയിൽ പസേ രഹ്ജാത്തെ ഹെ തങ്ങിക്കിടക്കപ്പെടുന്നു, അവിടെ ഇങ്ങനെ തങ്ങിക്കിടക്കും. ഉൻകി അവകളെ അതായത് ആ തങ്ങിക്കിടന്ന ആ ദറാത്ത് അവശിഷ്ടങ്ങളെ അഗർ സഫായി നക്കി ജായേത്തോ, എന്താക്കിയിൽ ശരിക്കും സഫായിനെ കീ ജായത്തോ വൃത്തിയാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ദാന്ത് പല്ലുകളൊക്കെ ഖറാബ് ഹോനെ ലഗത്തെ ഹെ, നാശമാകാൻ തുടങ്ങുന്നു. ഇവിടെ സഫായി കർണ എന്നാട്ടോ ശരിക്കും, അത് മുഅന്നസാവുമ്പോൾ നമ്മൾ അവസാനം സഫായി കീ എന്നാ പറയുക. സഫായി കർണ, സഫായി കിയ, സഫായി കീ എന്നാണ് നമ്മൾ എന്താക്കുക മുഅന്നസാവുമ്പോൾ അതിൻ്റെ മാസി മുത്തലക്ക് ഉണ്ടാവുക. അപ്പോൾ നക്കി സഫായി നക്കി ജായേത്തോ, അതായത് നല്ലവണ്ണം എന്താക്കിയിട്ടില്ല വൃത്തിയാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, അത് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ പല്ലുകളൊക്കെ ഖറാബ് ഹോനെ ലഗ്തേ ഹെ, നാശമാകാൻ തുടങ്ങുന്നു. ഇസീസെ ഇക്കാരണം കൊണ്ട് തന്നെ ദാന്തോ കി പല്ലുകളുടെ കൈ ബീമാരിയാ ഷുറു ഹോ ജാത്തി ഹെ, ഒരുപാട് മറ്റു പല രോഗങ്ങളും ഷുറു ഹോ ജാത്തി ഹെ തുടങ്ങപ്പെടുന്നു, ആരംഭിക്കപ്പെടുന്നു. ജയ്സ് ഏതുപോലെ ദാന്തോമേ പല്ലുകളിൽ കീടാലഗ്ന, കീട എന്ന് പറഞ്ഞാൽ എന്താണ്, നാശിനികൾ വരുന്നു, അതായത് ഇങ്ങനെ എന്താ പറയുക പുഴു അരിക്കുന്നു എന്ന് പറയും. ദർദ് ഹോന വേദനയുണ്ടാകുന്നു. പിന്നെ പയേറിയ ഹോന എന്ന് പറഞ്ഞാൽ ഒരു തരം രോഗമാണ്, പല്ലിൽ നിന്നും രക്തം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, അങ്ങനെ ഒരു രോഗമുണ്ടാകുന്നു. ഡണ്ടാ ഗറം പാനി ലഗ്ന, അതായത് തണുത്ത വെള്ളവും തണുത്തതും ചൂടും കുടിക്കുമ്പോൾ എന്തുണ്ടാകുന്നു, പല്ലുകളൊക്കെ നാശമാകുന്നു. ഇതൊരു പ്രയോഗാട്ടോ, ഡണ്ടാ ഗറം പാനി ലഗ്ന പറഞ്ഞാൽ പല്ലുകൾ നാശമാകുന്നു. പ്രയോഗം നമ്മൾ മുമ്പൊക്കെ ഒരുപാട് സൂചിപ്പിച്ചതാണ്. ഒറ്റ നോട്ടത്തിൽ അർത്ഥം ഇങ്ങനെ ആയിരിക്കും, പക്ഷേ വേറെ രീതിയിലായിരിക്കും അർത്ഥം വെക്കുക. ഡണ്ടാ കറം പാനി ലഗ്ന പറഞ്ഞാൽ പല്ലുകൾ എന്താക്കുക കേടുവരുത്തുക എന്നുള്ള അർത്ഥം. ഓർ മൂസെ മാത്രമല്ല വായിൽ നിന്നും ബദുബു ആന വകയറ, ദുർഗന്ധമോ മറ്റെന്തെങ്കിലുമൊക്കെ വരാം.
മനസ്സിലായില്ലേ? ഈ ഇങ്ങനെ പല്ല് ശരിക്കും പോലെ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഇത്തരം രോഗങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. യഹീനഹി ഇത് മാത്രമല്ല, ഇത് തന്നെയല്ല, പക്ഷേ ദാന്തോക്കി ഗന്ദഗി, ദാന്തോക്കി പല്ലുകളുടെ അഴുക്കും और बदबू से എന്താ പറയുക, ദുർഗന്ധം മൂലവും ദൂസരി ബീമാരിയൊക്കെ മറ്റു പല ഒരുപാട് അസുഖങ്ങൾക്കും ഖത്റ രഹ്താ ഹെ, എന്താകുന്നു, അപകടമുണ്ടാക്കുന്നു. ഓക്കെ അല്ലേ? പിന്നെ ഹം കഹ് സക്തേ, നമുക്ക് പറയാൻ സാധിക്കുന്നു കെ എന്തെന്നാൽ ഇതാക്കേ ദറാത്ത് ക, അതായത് പല്ലുകളുടെ അവശിഷ്ടങ്ങൾ, ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളെ ദാന്തോമേ, പല്ലുകളിൽ എന്താ പറയുക, പല്ലിൻ്റെ ഉള്ളിൽ എന്താ പസാരഹന, അത് അവിടെ തന്നെ അടങ്ങിക്കൂടൽ മുസിർ ഹെ, വളരെ പ്രയാസകരമാകുന്നു. ഇസ്ലിയെ ഇക്കാരണം കൊണ്ട് തന്നെ ദാന്തോക്കി സഫായി, പല്ലുകളുടെ എന്താ പറയുക വൃത്തിയും ഓർ ഹിഫാസത്ത്, സുരക്ഷയും ജറൂരി ഹെ, അത്യാവശ്യമാകുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ എടുക്കുന്നതാണ്. ശരിക്കുപോലെ വായിച്ച് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും.